അല്ല, എന്തൊക്കെയുണ്ട് ചായക്കട ചേട്ടാ, സുഖമാണോ? വളരെ നന്നായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ കൃപ കൊണ്ട്. വരൂ വരൂ, വന്നിരിക്കൂ, ഇരുന്നാട്ടെ. നല്ല സ്നേഹത്തോടെയാ സംസാരിക്കുന്ന. എന്തോ പണി വരുന്നുണ്ട്. നമുക്കിവിടെ അധികം ഇരിക്കേണ്ട, വേഗം പോയേക്കാം. അല്ല മോട്ടു, എന്താ ഇത് വന്ന കാലത്ത് തന്നെ നിൽക്കുന്നത്? വന്നിരിക്കൂ, ഇവിടെ ഇരിക്കൂ, ഞാൻ ബെഞ്ച് വൃത്തിയാക്കി തരാം. ഇനി ഇരുന്നോളൂ. സാറേ, നിങ്ങളെന്താ എങ്ങനെ നിൽക്കുന്നത്? ഇരിക്കൂ, വന്നിരിക്കൂ, വേഗം ഇരിക്കണം പ്ലീസ്. എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല, നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ. പത്തുലു, എന്റെ സഹോദര, എന്റെ ചങ്കേ, അല്ല നമ്മുടെ മോട്ടു അവിടെ പോയി? ദാ വരുന്നുണ്ട്. എന്താ മോട്ടു, നിനക്ക് കണ്ണ് കണ്ടൂടെ? എന്റെ നടു ഒടിഞ്ഞു. അമ്മേ, നിനക്ക് വല്ല എയർപോർട്ടിലും പോയി ലാൻഡ് ചെയ്താ പോരായിരുന്ന മോട്ടു? എന്റെ മുതുകത്തോട്ട് വന്ന് എന്തിനാ കയറിയത്? സോറി ജഡ്ക ചേട്ടാ, ആ ചായക്കടക്കാരന്റെ അടുത്ത് സമൂസ ചോദിച്ചപ്പോ ആ കുരങ്ങൻ എന്നെ ചൂടുള്ള ദോശക്കല്ല് പിടിച്ചിരുത്തി. ഇപ്പോഴും പോയിട്ട് ചായക്കടക്കാരന് പണി കൊടുക്കുകയാണെങ്കിൽ എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഒരു ഐഡിയ ഉണ്ട്. ഡോക്ടർ ചട്ക, നിങ്ങൾ ആ ലോക്കറ്റ് ഒന്ന് വേഗം പുറത്തേക്ക് എടുത്തേ. വരൂ, ആ ചായക്കടക്കാരനെ അയാളുടെ കൈകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സമോസ തരുന്നതാണ്. ലോക്കറ്റോ? എന്ത് ലോക്കറ്റ്? ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഈ ലോക്കറ്റ് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും ഹിപ്നോട്ടിസ് ചെയ്യാൻ കഴിയും. ഇത് വെച്ച് നമുക്ക് ആരെ വേണമെങ്കിലും ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കും. നമുക്ക് ആ ചായക്കടക്കാരൻ ഒരു പണി കൊടുക്കാം, വാ. ഇതെന്താ ഇത്? പറയൂ, ഞാൻ നിന്റെ എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ചിരിക്കുന്നെന്ന്. ഞാൻ നിനക്ക് ഇഷ്ടം പോലെ എന്റെ കൈകൾ കൊണ്ട് സമൂസകൾ ഉണ്ടാക്കി തരാമെന്ന്. എന്താ വിചാരിച്ചോ? ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചോ? അല്ല, ഹിപ്നോട്ടൈസ് ആയില്ലേ ഇതുവരെ? ഞാൻ നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ എന്റെ കൈ കൊണ്ട് സമോസ തീറ്റിക്കും. അപ്പൊ തനിക്ക് കുറച്ച് നേരത്തെ ഹിപ്നോട്ടൈസ് ആയി കൂടായിരുന്നോ? അല്ല, ഇതൊരു അടിപൊളി ലോക്കറ്റ് തന്നെ ആണല്ലോ. ഇത് വെച്ച് ആരെ വേണമെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്യാമല്ലേ? ബോസ്, ഡോക്ടർ ജഡ്കയുടെ കയ്യിൽ ആളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നൊരു ലോക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് ആരെയും വശീകരിക്കാൻ പറ്റും. എവിടെയാണ് ലോക്കറ്റ്? ബോസ്, ഇങ്ങനെ സർപ്രൈസ് ഒന്നും തരരുത്. ഹാർട്ട് ഫെയിൽ ആയി പോകും. ദേ നോക്കൂ, മോട്ടുവിന്റെ കയ്യിലായി ഇപ്പൊ ആ ലോക്കറ്റ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം, ശത്രുക്കൾക്ക് നമസ്കാരം. ഇനി ആ ലോക്കറ്റ് എനിക്ക് സ്വന്തം, അത് എനിക്ക് തരുന്നതായിരിക്കും നല്ലത്. കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല മനോഹരമായ കവിത. അല്ല നമ്പർ 2. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ വായിക്കകത്ത് ഞാൻ അച്ചാറിട്ട് വെക്കും, പറഞ്ഞേക്കാം. കവിതയൊക്കെ വിട്ടിട്ട് ആ ലോക്കറ്റ് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്ക്. മോട്ടോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഓ, നിന്റേത് വയറാണോ അതോ കിണറാണോ? ഇത്രയും സമോസ കഴിച്ചതൊക്കെ എവിടെ പോയി? ഐഡിയ. നിങ്ങൾ നിങ്ങളുടെ ബോസിനെ പിടിച്ചിടിച്ച് അടിച്ചോതൊക്കെ. അവന്റെ പല്ലിന്റെ എണ്ണം കുറച്ച് എല്ലിന്റെ എണ്ണം കൂട്ട. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത. മണ്ടന്മാരെ, എന്നെ ഇടിക്കാതെ നിങ്ങൾ അവരെ പോയി പിടിക്കാൻ നോക്ക്. ആ ലോക്കറ്റ് എടുത്തോണ്ട് വേണം. മോട്ടോ, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഡോൺ വന്നോണ്ടിരിക്കാണ്. ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ചിങ്കം സാറിന് ഫോൺ ചെയ്യാം. അതെ, ഞാൻ വിളിച്ച് പറയാന്നേ. ഫോണിൽ സംസാരിക്കുന്നത് എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. ഹലോ, ഇൻസ്പെക്ടർ ചിങ്കം ഹിയർ. സാറേ, ഞാൻ കശിതറാമാണ് സംസാരിക്കുന്നത്. ജോൺ ദ ഡോൺ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. സാർ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നു. വൈ ഫിയർ വെൻ ചിങ്കം ഇസ് ഹിയർ? ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേക്കാം. പക്ഷെ അത് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടാണ് ചോദിക്കാൻ മറന്നുപോയല്ലോ. എങ്ങോട്ടാ ഞാൻ പോണ്ടത്? ഈ ഇങ്ങോട്ട്, അത് എങ്ങോട്ടാണ്? മോട്ടോ, വാ, നമുക്ക് ഓടാം. ഓട്ടോ ബദലു, നിൽക്ക്. ഇതെന്തായി സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് മെലിഞ്ഞു പോയത്? എനിക്ക് ഇത്രയും കൊടവയറ് വന്നത് എങ്ങനെയാണ്? ഈ വയറ് കാണാൻ എന്തൊരു വൃത്തികേടാണ്. അതിന്
നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അപ്പൊ ഇത് ഈ കണ്ണാടിയുടെ പ്രത്യേകതയാണ്. വാ ഓടാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ കൊടവയറ് പെട്ടത് കാണുന്നില്ലെന്നേ. നീ ആദ്യം വീട്ടിലോട്ട് വാ, ഞാനൊക്കെ പറയാം. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇപ്പൊ എനിക്ക് കുറച്ച് ഉയരം വെച്ചല്ലോ. ഇനി എന്നോട് മത്സരിക്കാൻ ആർക്കും ആവില്ല. ബോസ് ബോസ് കവിത നന്നായിട്ടുണ്ട്, പക്ഷേ നമുക്കിത് എന്താ പറ്റിയേ? അത്ഭുത ദീപ സിനിമയിലെ കുള്ളന്മാരെ പോലെ ആയല്ലോ. ഇത് ശാപമാണ്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം. എന്ത്? കഴിഞ്ഞ ജന്മത്തില് പാപം ചെയ്തിട്ടാണെന്നോ? നീ എന്ത് ശാപത്തിന്റെ കാര്യ പറഞ്ഞു വരുന്നത്? എന്തൊക്കെ വന്നാലും എനിക്കിപ്പോ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഉയരം വെച്ചല്ലോ. ഇനി ആര് വന്നാലും ഞാൻ അടിച്ചിടും. എല്ലാം എനിക്ക് പുല്ല പുല്ല്. ബോസ് ബോസ് എനിക്ക് ഉയരമുണ്ട്, ഉയരമുണ്ട്. ഞാൻ കുള്ളനല്ല. മിണ്ടാതിരിക്കണ പൊണ്ണത്തടിയാ. ഇങ്ങനെ വെറുതെ വളവളാന്ന് പറയാതെ മോട്ടൂനും പത്തുനും പോയി പിടിക്കാൻ നോക്ക്. ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ. വേഗം വേഗം. അയ്യോ, ഇനി വേഗത്തിൽ, ഇനി വേഗത്തിൽ. ആഞ്ഞു പിടിച്ചോ ഏലേസ. ഇനി വേഗം. മര്യാദക്ക് നിർത്തിക്കോ, ഇല്ലെങ്കിൽ വെടി വെച്ച് കളയും ഞാൻ. നിൽക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ വെടിവെക്കൂ. Don't fear when Chingam is here. എന്റെ അമ്മോ! അനങ്ങരുത്, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കൂ. ജോണെ, ഞാനിപ്പോ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. മര്യാദക്ക് കണ്ണു തുറന്ന് ഈ ലോക്കറ്റിലേക്ക് നോക്ക്. നോക്കാനാ പറഞ്ഞ, നോക്ക്. ബോസ് അവര് ഓടിപ്പോയി. ഇനി കണ്ണു തുറക്കൂ. Hey, stop in the name of law. I say stop. എന്റെ അമ്മോ, ഇത് എന്താ ഇവിടെ നടക്കുന്നത്? I said stop. Stop in the name of law. I said stop. ചിങ്കം സാർ, പ്ലീസ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. വേഗം അവരെ പിടിക്കാൻ നോക്ക്. നിർത്താണെങ്കിൽ ഞാൻ താഴെ വീണേക്കും. ഞാനാകെ ചുറ്റിപ്പോയല്ലോ. ആരെങ്കിലും രക്ഷിക്കണേ, എന്തെങ്കിലും വേഗം ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ലോ. ഞാനിനി എങ്ങനെ പുറത്തേക്ക് പോകും? ഇൻ ദ നെയിം ഓഫ് ലോ. Why fear when Chingam is here? സിംഗത്തിനടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്റെ അമ്മോ! ഒരെത്തുമണിയും കിട്ടുന്നില്ല. എന്തൊരു വരുമാനം. ഇയാൾ എങ്ങനെയാ അതിന്റെ മോളിൽ വന്ന് പെട്ടത്? വിളിച്ചെടുത്തല്ലോ. അയാൾ അങ്ങോട്ട് പോയതല്ല, പോയി പെട്ടതാണ്. പെട്ടു പറഞ്ഞാ മതിയല്ല. എന്റെ അമ്മോ, ഹെൽപ് മീ. ആരെങ്കിലും എന്നൊന്ന് സഹായിക്കണേ. ഇൻ ദ നെയിം ഓഫ് ലോ. ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ. ആരെങ്കിലും ഹെൽപ് മീ. ഇൻ ദ നെയിം ഓഫ് എനി ലോ. എന്റെ അമ്മോ! സാറേ, ചിങ്കം സാറേ, ഞാനിത് ഇപ്പൊ എത്തി. ഇനിയാണ് രസം. രക്ഷിക്കണേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ചിങ്കം സാറേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാൻ. രക്ഷിക്കൂ. എങ്ങനെ നമ്മൾ വീണത്? ഇവിടെ ആരും വെടിയൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇതാണ് ആ ലോക്കറ്റ്. ഈ ലോക്കറ്റ് തട്ടിപ്പറിക്കാനാണ് ദൈവം നടക്കുന്നത്. ഐ ആം ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ഏയ് ജോൺ, ഇന്ന് തന്നെ ഞാൻ വെടിവെച്ച് താഴെയിടും. നിന്റെ കളി ഇന്നത്തോടെ തീരുകയാണ്. I am ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ. ജോൺ, ഇന്ന് ഞാൻ തന്നെ വെടിവെച്ച് താഴെയിടും. നിന്റെ കളി ഇതോടുകൂടി തീരുകയാണ്. എന്റെ റിവോൾവർ സാർ, ഇതാ വെച്ചോളൂ.
പൊളിച്ചടന്നല്ല ചിങ്കം സാറേ, അവൻ ഹിപ്നോട്ടൈസ് ആയിരിക്കുന്നു. നിങ്ങളിപ്പോ അവൻ ജോൺ ദ ഡോൺ ആയിട്ടാ കാണുന്നത്. വേഗം ഓടിക്കോ, അല്ലെങ്കിൽ അവൻ ഷൂട്ട് ചെയ്യുന്നേ. എന്റെ അമ്മോ, രക്ഷിക്കണേ! സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരത മാതാവാണെങ്കിൽ സത്യം, നമ്മുടെ രാജ്യമാണെങ്കിൽ സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.